ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഏറെ സ്വാദിഷ്ടമായ ഉച്ചയൂണിന് ബെസ്റ്റ് കോമ്പിനേഷനായ ഒരു തനി നാടൻ തോരനാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഇടിഞ്ചക്ക തോരനാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അതിനായിട്ട് പൊട്ട് ചക്ക, തീരെ വിളയാത്ത ഇളം ചക്ക നമ്മൾ എടുക്കണം. അപ്പോൾ അതൊന്ന് മുറിച്ച് അതിൻ്റെ കരിമുള്ള് മാത്രം, പുറത്തെ ആ പച്ചമുള്ള് മാത്രം നമ്മൾ ഒരുവിധം കനത്തിലങ്ങ് ചെത്തിക്കളയണം. അപ്പോൾ അതങ്ങനെ ചെത്തിക്കളഞ്ഞ് തുടച്ചെടുക്കുമ്പോൾ തന്നെ അരക്ക് മുഴുവനായിട്ട് മാറും. ഇനി നമുക്കിത് വീണ്ടും ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി, ഇപ്പോൾ ഒട്ടും അരക്കില്ല, ഇങ്ങനെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് നുറുക്കി ഒരു പാത്രത്തിലേക്കിടാം. ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ അരക്ക് പൂർണ്ണമായിട്ട് മാറും. അപ്പച്ചമ്പിൻ്റെ തട്ടിൽ ആവി കയറ്റി നമുക്കിത് വേവിക്കാം. അതല്ലെങ്കിൽ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അങ്ങനെ നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിവിടെ വെള്ളം ഒഴിച്ച് വേവിച്ചാണ് എടുക്കുന്നത്. നമുക്കൊന്നുകൂടി ഒന്ന് കഴുകി ഒരു വലിയ പാത്രത്തിലേക്കാക്കി 1 കപ്പ് വെള്ളം, ഇത്രയും ചക്ക വേകുന്നതിന് ആവശ്യമായ വെള്ളം, 1 കപ്പ് വെള്ളം ഒഴിച്ച് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതിലെ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം അരക്കിൻ്റെ എന്തെങ്കിലും ചുവയുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടത് മാറിക്കിട്ടും. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതിലെ വെള്ളം തോരുന്നത് വരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വേകുകയും ചെയ്യും. അടച്ചു വെച്ച് ഒന്നുകൂടെ വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പം വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിനി തണുക്കുമ്പം മിക്സിയുടെ ബൗളിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അതല്ലെങ്കിൽ അരകല്ലിൽ വെച്ച് ചതച്ച് വേണമെങ്കിലും എടുക്കാം. അതല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ വെച്ച് ഉടച്ചെടുത്താലും മതി. ഞാനങ്ങനെ മിക്സിയുടെ ബൗളിലിട്ട് ഒന്ന് കറക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. കടുക് താളിക്കുന്നതിനാവശ്യമായ ചുവന്നുള്ളി അരിഞ്ഞത്, കറിവേപ്പില, വറ്റൽമുളക്. ഇനി ഇതിന് ഒരു അരപ്പ്, 1 മുറി തേങ്ങ, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളി, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പം നമ്മുടെ അരപ്പും ചതച്ചെടുത്ത ഇരിപ്പുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇടിഞ്ചക്കയുടെ ഗുണങ്ങൾ നമുക്കറിയാം. ഇത് പ്രോട്ടീൻ റിച്ചാണ്, ഫൈബർ റിച്ചാണ്. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒരു തോരനാണിത്. അപ്പോൾ പാൻ അടുപ്പിൽ വെച്ച് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് 2 ടീസ്പൂൺ അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുത്തരിയാണ് ചേർത്തിരിക്കുന്നത്. അരി ചേർത്ത് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ചുവന്നുള്ളി അതിലേക്ക് ചേർക്കാം. ചുവന്നുള്ളി ചേർത്ത് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് എടുത്ത് വെച്ചിരുന്ന വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി, നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി വരണം. നല്ല മൂത്ത മണം വരും. നന്നായിട്ട് മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ചെടുത്ത് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അരപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അരപ്പിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി അരപ്പ് മൂത്ത മണം വരും. നമ്മൾ ഇടിഞ്ചക്കയിൽ ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമ്മൾ ചതച്ചെടുത്ത് വെച്ചിരുന്ന ഇടിഞ്ചക്കയുടെ കൂട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ഇടിഞ്ചക്ക കൊണ്ട് നമുക്ക് തീയലുണ്ടാക്കാം, കട്ട്ലേറ്റ് ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരപ്പുമായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പം ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒരു തോരനാണിത്. അപ്പം ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നല്ല സ്വാദുമാണ് ഈ കറി. അപ്പം ഉപ്പൂടെയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇടിഞ്ചക്ക ഇങ്ങനെ തോരൻ വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ഒന്ന് തോരൻ വെക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.